ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇവിടെ ശരി ശ്രീ പ്രകാശൻ മാസ്റ്റർ ഇവിടെ രണ്ട് കാര്യങ്ങളാണുള്ളത്. നിങ്ങൾ പറയുന്നു കോൺഗ്രസ് അവഗണിക്കുന്നു ലീഗിനെ. അവിടെ നിന്ന് മറുഭാഗം വരുന്നത് എന്താണ്? ഇപ്പൊ ശ്രീ ചെക്കുട്ടിയെ പോലെയുള്ളവർ പറയുന്നത് എന്താണ്? നിങ്ങൾ കോൺഗ്രസ് അവഗണിക്കുന്നു, നിങ്ങൾ പുറത്തു നിർത്തുകയാണ്. ഈ രണ്ടനുഭവങ്ങളും ലീഗുമായി ബന്ധപ്പെട്ടോ അതിൽ നിന്ന് നടന്നു വന്നവർക്കോ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിനുള്ള മറുപടി ഇതില് ഇപ്രാവശ്യം ലീഗ് മൂന്നാമത്തെ സീറ്റിന് വേണ്ടിയിട്ട് ഉറച്ചു ചോദിക്കുന്നതിനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം കാണാതെ നിങ്ങൾ ഇക്കാര്യം ചർച്ച ചെയ്താൽ ശരിയാവില്ല. എന്താ പശ്ചാത്തലം? ലീഗിൻ്റെ അണികൾ കോൺഗ്രസിൻ്റെ സമീപകാലത്തെ നടപടികളിൽ പ്രത്യേകിച്ചും കടുത്ത അതിർത്തിയുള്ളവരാണ്. വിഷയങ്ങൾ ഞാൻ പറഞ്ഞല്ലോ. ഇവിടെ ഇപ്പോൾ എന്തുകൊണ്ടാണ് ലീഗ് ചില വിഷയങ്ങളിൽ UDF തീരുമാനമെടുക്കുന്നതിന് മുമ്പ് പറയേണ്ടി വരുന്നത്? അത് പലസ്തീൻ്റെ വിഷയത്തിലുണ്ട്, നവകേരള സദസ്സിലുണ്ട്, രാമക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിലുണ്ട്, കേരളത്തോട് കാണിക്കുന്ന അവഗണ്യമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഏറ്റെടുക്കാത്ത ഒരു കാര്യമുണ്ടല്ലോ പ്രകാശൻ മാഷേ. അല്ലല്ല, ഒറ്റ സെക്കൻഡ് രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രകാശൻ മാഷേ ഒറ്റ സെക്കൻഡ്. രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാർ കേരളത്തിലായാലും കേരളത്തിന് പുറത്തായാലും എടുത്ത നിലപാടാണോ നിങ്ങളെ സംബന്ധിച്ച്, അത് നിങ്ങൾ വലിയ വായിൽ വിമർശിച്ചല്ലോ, അപകടകരമായി തോന്നിയത്? അതോ സാദിഖലി തങ്ങളുടെ പ്രതികരണമോ? അത് നിങ്ങൾ പിടിച്ചിട്ടേ ഇല്ല. ഇപ്പോൾ ഒരു ചോദ്യമായി വരുന്നു, അങ്ങയുടെ മറുപടി എന്താണ്? ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒരു വിഷയം സംബന്ധിച്ച് മാത്രമല്ല പറയുന്നത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ ന്യൂനപക്ഷ വേട്ട നടക്കുമ്പോൾ കോൺഗ്രസിന്റെ പങ്കെന്താണ്? ഇത് ലീഗ് സാദിഖലി തങ്ങൾ പറയുകയാണ്, ഇന്ത്യയിലെ ഹൈന്ദവ വിശ്വാസികളുടെ ആഗ്രഹ പൂർത്തീകരണമാണ് അവിടെ നടന്നിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ ബാബറി ധ്വംസനവുമായി ബന്ധപ്പെട്ട് ഒരു സെക്കൻഡ്, ബാബറി ധ്വംസനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ നിലപാട് എന്താണ് സാദിഖലി തങ്ങളുടെ ഈ അഭിപ്രായത്തിൽ, ശ്രീ പ്രകാശൻ മാസ്റ്റർ? അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇവിടെ കുറെ ആളുകൾ ഞങ്ങൾക്കെതിരായിട്ട് കുറെ വർത്തമാനം പറഞ്ഞല്ലോ, അതിന് മറുപടി പറയണല്ലോ. ലീഗിന്റെ ആളും ചെക്കൂട്ടിയൊക്കെ കുറെ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ വരാം. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത നിലക്ക് RSSന്റെ ശാഖയെ സംരക്ഷിച്ച ആളാണ് ഞാൻ എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ, അതുപോലെ വേണമെങ്കിൽ ഞാൻ BJPയിലേക്ക് പോകും എന്ന് പറയുന്ന KPCC അധ്യക്ഷൻ, RSS നേതാക്കന്മാരെ പ്രകീർത്തിക്കുന്ന പ്രതിപക്ഷ നേതാവ്, ഇതെല്ലാം ലീഗ് അണികളിൽ ഉണ്ടാക്കുന്ന പ്രയാസം ചെറുതല്ല. നിരവധി അവരുടെ ഉള്ളിൽ തട്ടിയ വിഷയങ്ങളെ സംബന്ധിച്ച് പ്രതികരിക്കാൻ കോൺഗ്രസിനാവുന്നില്ല. എല്ലാ സന്ദർഭങ്ങളിലും ലീഗിന്റെ അഭിപ്രായത്തെ അവർ മാനിക്കുന്നില്ലല്ലോ. ഈ ഞാൻ പറഞ്ഞിരിക്കുന്ന 5-6 വിഷയങ്ങളിൽ ലീഗ് നിലപാടുകൾ പറഞ്ഞു. ഒരു തവണയെങ്കിലും കോൺഗ്രസ് അത് മാനിച്ചോ? ഇപ്പോഴും ഒരു കാരണം വെച്ചാലും വഴങ്ങാനാവില്ല. അതിലൊക്കെ മുന്നണികളിൽ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു സെക്കൻഡ്, അതിലൊക്കെ മുന്നണികളിലുള്ള എല്ലാവരും പറയുന്ന കാര്യമുണ്ട്. ഓരോ പാർട്ടിക്കും ഓരോ അഭിപ്രായമുണ്ട്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ ഒരു പാർട്ടി ആയാൽ മതിയായിരുന്നല്ലോ. അങ്ങനെ വ്യത്യസ്ത അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വെച്ചുകൊണ്ട് യോജിക്കാൻ കഴിയുന്ന മേഖലകളിൽ യോജിച്ചുകൊണ്ട് ഒരു മുന്നണി, അത് നിങ്ങൾക്ക് ബാധകമാണ്. ഇപ്പൊ മാവോയിസ്റ്റ് വേട്ടയുടെ കാര്യത്തിൽ പ്രകാശ് മാസ്റ്ററുടെ പാർട്ടിയും ബിനോയ് വിശ്വത്തിന്റെ പാർട്ടിയും ഒരേ അഭിപ്രായക്കാരാണോ? അതൊന്നല്ല ഇതിനകത്ത് വിഷയം. അഭിപ്രായങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാകുന്നുള്ള ഉറപ്പ്. പക്ഷേ ഒരു കക്ഷിക്കകത്ത് പ്രധാനപ്പെട്ട കക്ഷി അതിൽ അതേപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊരു കക്ഷിയെ തള്ളിക്കളയുന്നു. രണ്ടാമത്തെ കക്ഷിക്ക് ഒന്നാമത്തെ കക്ഷിയോട് കീഴടങ്ങേണ്ടി വരുന്നു. ഇത് വേറെയല്ലേ വിഷയം. ഇവിടെ ഇപ്പൊ ലീഗിന്റെ നേതാക്കന്മാർ എന്ത് തീരുമാനിച്ചാലും കൊള്ളാം, 2 സീറ്റ് മതി. ഇപ്പോ ഇവിടെ പറഞ്ഞല്ലോ, 26 വരുന്ന 2 സീറ്റ് കിട്ടും. മലർപ്പൊടിക്കാരുടെ സ്വപ്നമല്ലേ 26-ൽ 2 രാജ്യസഭാ സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ടല്ലേ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, അത് പറഞ്ഞല്ലോ പ്രതിപക്ഷം 26 വരെ ലീഗിന് 2 പേര് അത് ഉറപ്പിച്ചിട്ടുണ്ട്. 26 വരെ 2 പേരുള്ളൂ. 26 ലീഗിന് 1 സീറ്റ് നഷ്ടപ്പെടുമല്ലോ. ഒറ്റ സീറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ കോൺഗ്രസിന് സീറ്റ് പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് എന്ന് നിങ്ങൾ കാണാതിരിക്കുന്നു. അപ്പോൾ 1 സീറ്റ് വർധനയില്ല. അത് നിങ്ങളിപ്പോൾ ലീഗിന്റെ അണികളെ എങ്ങനെയെങ്കിലും ബോധ്യപ്പെടുത്തണമല്ലോ. അതിനുവേണ്ടിയാണ് തങ്ങളടക്കമുള്ള ആളുകൾ ഈ ലീഗിന്റെ വിവേകമല്ല, ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശരി. പ്രകാശ് മാഷ് തുടർന്നോളൂ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കുന്ന ഞാൻ പറഞ്ഞ ഇപ്പോ എനക്കെതിരായിട്ടാണല്ലോ, ഇവിടെ CPM-നെതിരായ വാദങ്ങളാണല്ലോ ഇവിടെ 2 ആളുകൾ 10-20 മിനിറ്റായിട്ട് ഉന്നയിച്ചത്. ഞാൻ ഇതിന്റെ മറുപടിയാണ് പറയുന്നത്. ലീഗിന്റെ വിവേകമാണ് എന്ന് കോൺഗ്രസ് പറയുമ്പോൾ ലീഗ് അണികൾ പറയും ഇത് വിവേകമല്ല, കീഴടങ്ങലാണ്. ഒരുപാട് കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കീഴടങ്ങുന്നത് ഇപ്പോഴും കീഴടങ്ങേണ്ടി വരുന്നു.
ഇത് തെരഞ്ഞെടുപ്പ് പ്രതിഫലിക്കുന്ന കാര്യത്തിൽ യാതൊരു പ്രകാശ് മാഷെ, തർക്കവുമില്ല. പൊന്നാനിയിൽ കാരണം ഇത്തവണ പാർട്ടി ചിഹ്നം ന്യൂനപക്ഷങ്ങളെ തന്നെ സംബന്ധിച്ച് പാർട്ടി ചിഹ്നം തന്നെ രാഷ്ട്രീയ ഹംസയ്ക്ക് നൽകിയത് മത്സരിക്കട്ടെ എന്ന് തീരുമാനമെടുത്ത് എന്തുകൊണ്ട്? പ്രകാശ് മാഷെ, പൊന്നാനിയിൽ എന്തുകൊണ്ട് പാർട്ടി ചിഹ്നത്തിൽ തന്നെ ഹംസ മത്സരിക്കട്ടെ എന്ന് തീരുമാനിച്ചു? എന്താണ് CPM ഉണ്ടായിരിക്കുന്ന ജനങ്ങൾക്കിടയിലുള്ള വലിയ നിലകളുള്ള സ്വാധീന വർധനകൾ കാണുന്നില്ലേ? ന്യൂനപക്ഷങ്ങൾക്കിടയിലും ആ വർധനയുടെ കാരണം അവർക്കറിയാം, ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഏറ്റവും കരുത്തുള്ള പാർട്ടി CPM ആണ്, അത് കോൺഗ്രസ് അല്ല. അതിപ്പോ നിങ്ങൾ ഏത് ലീഗാരോട് ഈ ഹംസയുടെ സ്ഥാനാർത്ഥിത്വം സമസ്തയുടെ കൂടെ മനസ്സറിഞ്ഞുകൊണ്ടാണോ? ഹംസയുടെ സ്ഥാനാർത്ഥിത്വം സമസ്തയുടെ മനസ്സുകൂടി അറിഞ്ഞുകൊണ്ടാണോ? ഞങ്ങളാണ് സമസ്തയുടേതോ എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. ഇന്ന് ഈ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാൻ BJP ശ്രമിക്കുമ്പോൾ അവരുടെ കൂടെ നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി CPM ആണ്. CPM-ന്റെ ചിഹ്നത്തോട് ഒരു കാരണവശാലും അവർക്ക് എതിർപ്പുണ്ടാവാനിടയില്ല. എന്റെ ചോദ്യം ലീഗ് ഇല്ലാതെ UDF ഇല്ല, ലീഗ് ഇല്ലാതെ കോൺഗ്രസ് തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ സമസ്ത ഇല്ലാതെ ലീഗ് ഉണ്ടോ? അല്ല, ലീഗിനകത്തുള്ള ഇൻഗ്രീഡിയൻസിനെ പറ്റിയുള്ള ചർച്ചക്കൊന്നും ഞാനില്ല. ഞാൻ പറയുന്നത് ഇന്ന് മതന്യൂനപക്ഷങ്ങളെ സംബന്ധിച്ച് അവരുടെ രക്ഷകൻ ആര് എന്നുള്ള ചോദ്യത്തിന് അവർക്ക് ഉത്തരവുണ്ട്. അത് ഏറ്റവും പ്രധാനം ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്, CPM ആണ്. അതിന് ചിഹ്നമാണ് അരിവാൾ ചുറ്റിക നക്ഷത്രം. ആ ചിഹ്നത്തോട് മമതയല്ലാതെ വിദ്വേഷം ന്യൂനപക്ഷങ്ങൾക്ക് ഇന്ത്യയിൽ എവിടെയും ഉണ്ടാവാനിടയില്ല. ഞങ്ങളെ കാര്യം കാണുന്നു. ശരി ഞങ്ങൾക്ക് പ്രകാശ് മാഷ്, ഞാൻ വരാം. ശരി, ഞാൻ ഒരു ഇടവേളയിലേക്ക് പോകുന്നു. ഇടവേളയ്ക്ക് ശേഷം മറ്റു അതിഥികളിലേക്ക്.